കഴിയും. നീ ഗൂഗിളൊന്ന് നോക്കി വീഡിയോ എടുക്കുമ്പോൾ നെറ്റ് വേണോ ഓഫ്ലൈനിലായാലും നമ്മളെങ്ങനെ ചെയ്യും? ഓഫ്ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് വല്ലാണെങ്കിൽ ക്ലിയറിലൊക്കെയാണ് അതുകൊണ്ട് സേവ് ചെയ്ത് മറ്റേ ഗൂഗിളിൽ കേൾക്കാതെ ഇപ്പം തന്നെ എവിടെയെങ്കിലും നിർത്തി വെച്ച് നോക്കാമല്ലോ. കുരങ്കാൻ ലാജു നമ്മൾ പോയ സ്ഥലമാണ്. എന്തായാലും അപ്പോൾ പോയതല്ല, കണ്ട ബോർഡാ കുരങ്കാൻ ലാജു. ഇവന്മാരൊന്നുമില്ലെങ്കിലും ഇത് ഇംഗ്ലീഷിൽ എഴുതാം. എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിയേക്കണം. എല്ലാം ആരും പറഞ്ഞു അവന്മാരുടെ ഒരിക്കലും നമ്മൾ മലയാളം ഇംഗ്ലീഷ് എഴുതി വെച്ചാൽ അറിയാം പരിപാടിയാണ്. അത് ഇവരുടെ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും ഇത് കേട്ടോ. കാരണം അല്ലാതെ ഒരൊറ്റ ബോർഡ് പോലും വേറെ ഒരു ലാംഗ്വേജിലല്ല. എല്ലാം ഇംഗ്ലീഷ് ബോർഡുകളാണ്, കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. ആ ഇവിടെ ഒതുങ്ങി വിടണല്ലോ. വെള്ളം കുടിക്കും. തനി നമ്മുടെ ഗ്രാമപ്രദേശം എന്ന് പറയുന്ന സാധനമാണ്. നീ ഭയങ്കര ഷുഗറാക്കലാണല്ലോ ഇപ്പം. ഉള്ള ഈ മധുരമുള്ളതിനാണ് ഇപ്പം ആർത്തിയാണല്ലോ. പിന്നെ ഈ ഞാൻ പിന്നെ എരിവൊക്കെ വായി തോന്നിയാൽ ഞാൻ വരുത്തില്ല. ഇത് നീയും ജാമൊക്കെ 20 കിലോമീറ്റർ ആയില്ലേ അല്ലേ? 20 കിലോമീറ്റർ ആയില്ലാണ് നമുക്കിനി പോകേണ്ടത്. പല റൂട്ടുകളുണ്ട്, ഏത് വേണേലും എടുക്കാം. നമ്മൾ അങ്ങോട്ടാണോ? ആ നേരെ വഴി കാണാൻ പോകാൻ അല്ല ഇപ്പം തിരിച്ചു വേണോ? പവറായോ ചില്ലറായോ? ഇനി 20 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ എത്രയാണോ ഇവിടുത്തെ? എത്രയാ സമയം? അല്ല ഇവിടുത്തെ എത്രയല്ലോ? ഇവിടുത്തെ 11 മണി. 11 മണി. ഒരു 12 മണി ആകുമ്പോഴത്തേനും കൊടുക്കാം. പറഞ്ഞു തന്നെ പട്ടി പിടിക്കുന്നത് അവിടെ അതല്ലേ? അതാണോ? അതല്ല 500 മീറ്റർ കണ്ടു കഴിഞ്ഞാൽ വല്ല കല്ലെടുത്തെറിയോ എന്ന് പേടിക്കണം. അത് ഇതിലൂടെ കഴിയട്ടെ. റെഡായി. ഓക്കെ, ഇവിടെ വയ്ക്കാലോ. ഇനി അങ്ങോട്ടാ? അയ്യോ നമ്മുടെ മുകളിൽ നമുക്ക് മുന്നില ഹാർബർ പാർക്ക് പോയി നമ്മൾ തിരിക്കണോ? നമ്മൾ നേരെ തിരിച്ചു പോവാ. ഇനി 21 കിലോമീറ്റർ അതിനകത്ത് റേഞ്ച് കാണിക്കും. ഒറ്റ കട്ടേ ഉള്ളൂ. അത്രയാകുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കാം. നമുക്ക് തന്നപ്പോഴും അങ്ങനെയായിരുന്നല്ലോ അല്ലേ? നമുക്ക് തന്നപ്പോഴും 0 അല്ലായിരുന്നല്ലോ. നമുക്ക് തന്നപ്പോഴും ബ്ലിങ്ക് മറ്റേ ഒരു കട്ട പോലും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത ജംഗ്ഷൻ അവിടെ ഗ്രീൻ ബോർഡ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ലെഫ്റ്റ് ആയിരിക്കും. അത് അതിനകത്ത് കാണിക്കും. അത് കാണിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഈ മോളിൽ വരൂലേ ആ സാധനം? ബൈക്കുകാരൻ പോണ പോക്കുണ്ടോ? ഇവിടുത്തെ തെണ്ടികളാണ് നമ്മുടെ തന്നെയല്ലേ റെഡ് കിടക്കുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞോ? ഇല്ല, തുടങ്ങിയില്ല. അതിന് നേരം കിട്ടിയില്ല. ആളുകൾ കാണുന്നിടത്തുനിന്ന് ഒഴിവായിട്ട് ആയിക്കോട്ടെ എന്നോർത്താ. അതിനാ വെറുതെ ബാക്കിയുള്ളവരുടെ വായിൽ വെള്ളം ഊറിക്കുന്നത്. ആളില്ലല്ലോ, ജനമില്ലല്ലോ. ജനം വീട്ടിൽ കിടന്ന് ഉറങ്ങുവാ. വേണ്ടടാ സെക്കൻഡ് ലെഫ്റ്റ്. അപ്പറേ ഇത് ഒന്നര കിലോമീറ്റർ കഴിയുമ്പോഴേ മറ്റേ പറയുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് തിരിവുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. അതാണ് കണക്ക്. ഇതിന്റെ വഴികൾ തിരിവുണ്ട്, പക്ഷെ ഇതൊന്നും മെയിൻ റോഡ് ഇത് തന്നെയാണ്. സായിപ്പും മതമൊക്കെ ഇറങ്ങി
സാധാരണ നിലയ്ക്ക് ഒരു പ്രധാന വഴി തിരിഞ്ഞുമ്പോ പറയേണ്ടതാണ്. അങ്ങനെയല്ല, ഇതിന്റെ ചില മുകളിലൊരു സാധനമില്ലേ ആ പറയുന്നത്, അത് വരുമ്പോ മാത്രമേ ഇത് പറയുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് അത് തിരിവുണ്ടെങ്കിൽ പറയത്തില്ല. പക്ഷെ ഇന്നലെ നമ്മൾ ഒരിടത്ത് മിണ്ടായിരുന്നില്ലേ, ആ, അതാ അത് നല്ല പറഞ്ഞെ. പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. പക്ഷെ അത് മുകളിൽ മാർക്ക് ഈ മയില് രാമായണത്തിന്റെ കൊടുത്തിരിക്കുന്ന കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് സൗണ്ട് കളയാതെ അതൊക്കെ അതന്നെ. സൗണ്ട് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കളയാൻ In പറ്റും. 400 meters, turn left. ഇവിടെ എങ്ങോട്ടോ ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. Take the next left. അവിടുന്ന് ലെഫ്റ്റ്. പോട്ടെ പോട്ടെ പോട്ടെ, മുമ്പിലാ, ഇവിടെ അല്ല. ഇതല്ലേ ഇതല്ല, ഇതാണോ? ഇത് തന്നെയാ കാണിക്കണേ. പക്ഷെ ഇതൊരു കൺട്രി Continue for 1 റോഡാണല്ലോ. kilometer. എനിക്കിതാ ഇഷ്ടം. അയ്യോ, സോറി, ശരിയാക്കാം. ഇതിലെ കറക്കാമല്ലോ എനിക്ക്. നീ ഇതിൻ്റെ അകത്തൂടെ വല്ല ഫോട്ടോസിട്ടൊക്കെയാണോ കൊണയെന്ന് അറിയാം. ഇല്ലല്ല, ഞാൻ ഇതിലെ കറക്കാം. കണ്ടറാ, നേരെ പോ, റൂട്ടുണ്ട്. റൂട്ട് ഒരു ഡൈവേർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തിനാ ഇനിയിപ്പോൾ വേറെ കറക്കുന്നത്? ഡൈവേർട്ട് ചെയ്തോ? ഇനി അങ്ങോട്ടാ നേരെ മുമ്പോട്ട് കാണിക്കുന്നു. ഇതിൽ വഴി അറിയണ്ടോ? ആ, ഇത് നേരെ പോസ്റ്റ്. ഇതിൽ വഴി കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്കങ്ങനെ പോവാം. 4 കിലോമീറ്റർ ദൂരം കൂടിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ മുകളിൽ നിന്ന് വിളിച്ച നെറ്റ് അങ്ങ് ഓഫാക്കാം. അത് വേണം. അന്നേരം നെറ്റ് ഓഫാക്കിയാൽ അത് റീറൂട്ടിങ് കുറയും. ഇത് നമ്മളിപ്പോൾ വേറെ ആവാസമായി. വേണ്ട ഒന്നും ചെയ്യണ്ട. കറക്റ്റല്ലേ? എഡ്ജുണ്ട് നോക്കി. പോകണ്ട, വണ്ടി പോകണമെന്ന് വഴി കാണിക്കുന്നത്. ഇതിലെല്ലാം റീറൂട്ട് ചെയ്ത് പോകുമായിരിക്കും. തനി കൺട്രി വേറെ റെക്കോർഡ് ചെയ്തോടാം. ആ, ഈ പെണ്ണിട്ടിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ നമ്മൾ സൈഡ് ഓട്ടോ ഇത് പോകുന്നു. ചെല്ലും. ഇനിയിപ്പോൾ അതിനുള്ള നമുക്കുള്ള സ്ഥലവും ഉള്ളൂ. അത് അവിടെ അവന് നിർത്തി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കൾച്ചർ. കെട്ടിടങ്ങളൊക്കെ പണിയിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഒറ്റപ്പെട്ട വീടുകളും വില്ലകളും. പറയുന്ന റൈറ്റ് ഉണ്ട്. വഴി കയറ്റും ഇതിപ്പോൾ. എന്തായാലും ഇത് വരാൻ പറ്റിയത് രസമായി. അയ്യോ, ബഫല്ലോ നിൽക്കും. ബഫലോ അല്ലടാ ഇത്, കൗ അല്ലെങ്കിൽ ഓക്സ്. എങ്ങോട്ടാ? നേരത്തേക്കല്ലേ? എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ അബദ്ധം പറ്റിയാണെങ്കിലും അത് കൊള്ളായിരുന്നു. നമ്മൾ ഇങ്ങനെ കൺട്രിയിൽ പോകുന്ന ഇഷ്ടം. ഇതിനല്ലാതെ രസമല്ലേ? എന്നും ഇത് കണ്ടിട്ട് തന്നെ കാര്യം. കുറേ വണ്ടികൾ അടുത്താടാ, കുറേ ബൈക്കുണ്ട്. ഇവിടെ അല്ല. കൺട്രി In വിസിറ്റ്. 200 meters, turn right onto Jalan Lepang in Terbang, Route 114. നമ്മൾ വന്നതിൻ്റെ പുറകിൽ തന്നെ ചെല്ലും, അറിയാമോ? റൈറ്റ് അല്ലേ? അപ്പം നമ്മൾ തിരിച്ചാ വഴി തന്നെ പുറകിൽ ചവിട്ടിപ്പോ. Turn right onto Jalan Lepang in Terbang, Route 114. Then turn left onto Jalan Padang Matsiran. കട്ടിങ് ഇവിടുന്ന് ജസ്റ്റ് റൈറ്റ് ഉണ്ട്. എന്നിട്ട് പിന്നെ ലെഫ്റ്റ് ഇതിൽ കയറണം. എടാ റൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ റൈറ്റ് അല്ലേ ഞാൻ ഇട്ടിരിക്കുന്ന. എനിക്ക് വണ്ടി വരുമല്ലേ ഇവിടുന്ന്. നമ്മള് അവരൊക്കെ കയറി നീ ഈ റൈറ്റ് കീപ്പ് ചെയ്യേ, എന്നിട്ട് ലെഫ്റ്റ് പോകും. അതാലോ. ഇല്ല, ഇവിടെ നില്ലേ, എന്നിട്ട് നമുക്ക് ലെഫ്റ്റാ പോകേണ്ടത്. Turn left onto Jalan നീ Padang indicator ഇടാതെ Matsiran, ഇപ്പൊ അങ്ങോട്ട് Route കയറല്ലേ? 114. നമുക്ക് ഈ ലെഫ്റ്റ് അല്ലേ? ഇതാ നമ്മൾ പറഞ്ഞേ, ഇതിലേ വന്നെന്ന് പറഞ്ഞേ. കണ്ടോ, കൃത്യ കേസിയുടെ മുമ്പിൽ വന്നില്ലേ? Continue on Jalan Padang Matsiran KFC for 1.5 വന്നു. kilometers. ഇത് എങ്ങോട്ടാ ഇട്ട് വെച്ചേക്കണത്? റീസെൻറ്റർ അടിക്കും അല്ല മാറി പോയിട്ടുണ്ടെങ്കിൽ. ഇല്ല, റീസെൻറ്റർ അടിച്ചു, അതൊക്കെ ചെയ്തു. പക്ഷെ ഇത് ഇട്ട് വെച്ചേക്കണ എങ്ങോട്ടാ? മറ്റേ ഹോട്ടൽ, നമ്മുടെ ഹോട്ടൽ. അതെയോ? 17 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേ വന്നാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയെന്ന് ഓർക്കണം. അന്നേരം ആ റൂട്ട് കാണിച്ചിട്ടാണ് നമ്മൾ അതിലേ പോയത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചു വിട്ടു.
ഞാനവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ ഉദ്ദേശമാണ്. ഇപ്പൊ നമ്മള് KFC വഴി ഒന്ന് പോയേക്കാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നടാ, അത് തിരിച്ചു വരുമ്പോ പോകാന്ന് നീ പറഞ്ഞില്ലേ? KFC വഴി കയറിയില്ലേ? ഇപ്പൊ അതിന്റെ മുമ്പിൽ കൂടെ ആയി. പെട്രോണാസ് പമ്പ്. എന്താ പമ്പൊന്നും ഇനി നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. ഇപ്പൊ വീണ്ടും ആ മറ്റിസറാറ്റിന്റെ ഒക്കെ അവിടെ ചെല്ലും. അത് തന്നെ മറ്റിസറാറ്റ്. ഇത് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഓവർടേക്ക് ചെയ്യാൻ മേലഴിയൊന്നുമല്ല, അത് ലീഗലാണ് എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കണേ. ആളുകൾ കയറിയൊക്കെ പോണ്ട് കേട്ടോ, സ്ട്രേറ്റ് റോഡിൽ വേറെ In തടസ്സമില്ലാത്ത. 400 meters, slight right to stay on Jalan Padang Montserrat, Route 114. മാറ്റ്സറാറ്റ്, അത് മാറ്റ്സറാറ്റ് വേറെന്തോ സംഭവമാണ്. മജിസ്ട്രേറ്റും തൂക്കൊന്നുമല്ല, നമ്മള് പാകിസ്ഥാനും ഒക്കെ ആകുന്ന പോലെ Slight right to stay on നമുക്ക് Jalan തെറ്റിദ്ധരിക്കണം. Padang Montserrat, Route ഇതല്ല നമ്മുടെ റൈറ്റ് 114. അല്ലേ? ഇങ്ങനെ റൈറ്റ് അല്ലേ പോണ്ടേ? നേരെ അല്ലല്ലോ. ഇത് ഇങ്ങനെയാ കാണിക്കണേ, ഇത് എന്നതാ? ഓക്കെ, ഞാൻ ഇങ്ങനെ അങ്ങ് പോയി. അങ്ങനെ തന്നെയാ. In 100 meters, at the roundabout, take the first exit onto Jalan Padang Montserrat, Route അതിലേക്ക് 114. കയറാനാ പറയണേ. പയ്യെ, 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 പയ്യെ. ഇങ്ങനെ റൈറ്റ് അല്ലേ? ഇത് റൈറ്റാ കാണിക്കണേ. Exit the roundabout onto Jalan Padang Montserrat. Continue for 200 meters. ഇങ്ങനെ പോക്കളാനാ പറയണേ. ഇതെന്നതാ? ഇതിന് ചുറ്റണം. ആണ്ട ഇത് തെറ്റി. Continue for 1 kilometer. ആണ്ട പോയി തിരിച്ചു പറഞ്ഞ ഇനിയിപ്പോ. ഇതെന്തിനാ നമ്മള് അങ്ങോട്ട് പോയി? ഓക്കെ. ഇവിടെ എങ്ങാനും പോയി മുമ്പിലൊരു റൗണ്ട് അബൌട്ട് ഉണ്ട്, അവിടെ നിന്ന് പെട്ടെന്ന് തിരിഞ്ഞ് ഇടാലോ. ഇതിലെ നമ്മള് പോയതാ അല്ലേ? അവിടെ പോയി തിരിഞ്ഞു പറഞ്ഞില്ല ആ റൗണ്ട് അബൌട്ടില്. ആ റൗണ്ട് കൊണ്ട് പോയി തിരിച്ചു വരണം. ഓക്കെ. ഫുള്ളായിട്ട് ഔട്ടാണോ? ഇതൊക്കെ പിന്നെ